ഹായ്, ജയ യൂട്യൂബ് ചാനൽ നെല്ലിക്കുഴി സ്വാഗതം. ഞാനിന്ന് വീഡിയോ പിടിക്കുന്നത് കുറേ നാളായിരുന്നു വീഡിയോ ഒക്കെ പിടിച്ചിട്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ വീഡിയോ ഒക്കെ ഇടും. സുഖമില്ല, അസ്വസ്ഥതകളും വിഷമങ്ങളൊക്കെയാണ്, തലവേദനയും. പിന്നെ കൊച്ചുമോള് വീഡിയോ പിടിച്ചിരുന്ന മോള് ട്യൂഷനും കാര്യത്തിനൊക്കെ പോകണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുള്ളൂ. ഇന്നലെ എന്താ പറയണേ, നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകണമെന്ന് ഒരു അന്തവും ഇല്ല അല്ലേ. വേദനകളും വിഷമിക്കാനും എന്തിനാ വിഷമമല്ലേ. നമ്മുടെ പട്ടാളക്കാരില്ലേ നമ്മളെ കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ അതിർത്തിയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ ഇന്ന് പള്ളിയിൽ പോയി. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോണതായിരുന്നു. പക്ഷേ കോതമംഗലം ചെറുപള്ളി ബസോലിസബാവയുടെ പള്ളിയിൽ വെള്ളിയാഴ്ച ദിവസം ധ്യാനമുണ്ട്. അപ്പം അതിന് പോയി പ്രാർത്ഥിച്ച് അവിടുന്ന് കഞ്ഞിയൊക്കെ കുടിച്ചാണ് വരാറ്. പക്ഷെ ഇന്നലെ ഞാൻ വിചാരിച്ചു ഇന്ന് പോകണില്ല, തലവേദനയൊക്കെ അല്ലേ എന്ന് ഓർത്തു. 7 മണി വരെ നിന്നു. 7 മണി കഴിഞ്ഞ് ഞാൻ ചുമ്മാ വാർത്ത വെച്ചപ്പോഴാണ് ന്യൂസ് കാണുന്നത്, യുദ്ധത്തിൻ്റെ. അത് കേട്ടപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി. കൊച്ചുങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നു. എനിക്ക് മരിക്കണമെന്നല്ല, ഞാൻ ഈ ലോകത്തിൽ എല്ലാ ജീവിതവും തീർന്നിരിക്കുന്ന ഒരാളാണ്. കാരണം സുഖവും ദുഃഖവും സന്തോഷം ലോകം കാണാൻ പറ്റുന്ന രാജ്യം എല്ലാം ചുറ്റിക്കറങ്ങിക്കണ്ടു. ഇനി അടുത്ത രാജ്യമൊന്നുമില്ല, ഇനി വെളി രാജ്യം പുറത്തേക്കുള്ളൂ. അതെനിക്ക് കാണണമെന്നില്ല, താല്പര്യമൊന്നുമില്ല. നമ്മുടെ ഇന്ത്യയിൽ തന്നെ എല്ലാ രാജ്യങ്ങളും തന്നെ ഞാൻ കണ്ടവളാണ് ഞാൻ. ഇപ്പോൾ ഈ രാജസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യമൊക്കെ സാധാരണ ആൾക്കാർ താമസിക്കുന്ന ഏക്കർ കണക്കിന് കൃഷികളാണ്. അവിടെയൊക്കെ പോയി നിന്ന് വെച്ച് കെട്ടിയ ഒരു വീട്, അവിടെ പോയിരുന്ന് ഈ രാവിലെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പോയി കൃഷിയോട് മല്ലടിച്ച് വെയിലും മഴയും കൊണ്ട് ഇരുന്ന് പണിയുന്ന ജനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങോട്ടേക്കല്ലേ അവർ പാകിസ്ഥാൻ ആ രാജ്യം നശിക്കാൻ വേണ്ടി ചെയ്ത്. പക്ഷേ നമ്മുടെ ഇന്ത്യ കാത്തു അത്. അപ്പം നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്? ഞാൻ ഇന്ന് പള്ളിയിൽ പോകണില്ല എന്ന് വിചാരിച്ചു മോക്കടെ വീട്ടിൽ നിന്ന് വന്നു, പെട്ടെന്ന് കുളിച്ചു, യാത്രയായി, പള്ളിയിൽ പോയി കവറിങ്ങ ബാവയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചു. എനിക്കും എൻ്റെ മക്കൾക്കും എന്നെ ഇവിടെ സ്നേഹിക്കുന്ന ആർക്കും വേണ്ടിയിട്ട്, എൻ്റെ സഹോദരർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല. എനിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല, എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ട്. എൻ്റെ അതിർത്തി കാക്കുന്ന ഈ വെയിലും ഞാനിപ്പോൾ നെല്ലിക്കുഴിയിൽ വന്നിട്ട് ബസ് ഇറങ്ങിയിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ വരാൻ ബുദ്ധിമുട്ടായിരുന്നു. അത്രയ്ക്ക് ചൂട്. അവർ തീക്കട്ടയിൽ നിന്നുണ്ട്. വെള്ളവുമില്ല, ദാഹവുമില്ല, ഉറക്കവുമില്ല. അവർക്കും മക്കളും കുടുംബവും എല്ലാം ഉള്ള ഇതെല്ലാം ഉപേക്ഷിച്ച് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന, നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ ദൈവം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ പട്ടാളക്കാർ. നമ്മൾ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പം ഇന്ന് എൻ്റെ പ്രാർത്ഥന അതായിരുന്നു. പിന്നെ എന്താ പറയണേ, നമ്മുടെ പട്ടാളക്കാരുള്ള കാലം വരെ നമ്മുടെ ഇന്ത്യക്ക് ഒന്നും സംഭവിക്കില്ല. അതിനു വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ നാടിൻ്റെയും എണ്ണിയാൽ തീരില്ലാത്ത രീതിയിലുള്ള സല്യൂട്ട്. ഭാരത മാതാ കീ. എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടും